നമസ്തേ, മഹാഭാരതത്തിലേക്ക് സ്വാഗതം. നിരോധിത ഖലിസ്ഥാൻ സംഘടനകളുമായി ആം ആദ്മി പാർട്ടിയുടെ അവിശുദ്ധ കൂട്ടുകെട്ട് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ബബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഖലിസ്ഥാൻ അനുകൂല സംഘടനയുടെ നേതാവ് പഞ്ചാബ് നിയമസഭാ സ്പീക്കർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റിയ വിഷയത്തിൽ പ്രതിസന്ധിയിലായ ആം ആദ്മി പാർട്ടിക്ക് പുതിയ വിവാദം തലവേദനയാവുകയാണ്. ബബർ ഖൽസ ഇന്റർനാഷണൽ എന്ന നിരോധിത ഖാലിസ്ഥാൻ സംഘടനയുടെ നേതാക്കൾക്കൊപ്പം ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ നിൽക്കുന്ന ചിത്രമാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. പഞ്ചാബ് നിയമസഭാ സ്പീക്കർ കുൽത്താർ സിംഗ് സാസ്ഥാൻ കാനഡയിൽ വെച്ച് ബബർ ഖൽസയുടെ നേതാവ് ഹർജീത് സിംഗ് ബജുവയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളാണ് പുറത്തായത്. മാത്രമല്ല, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ബബർ ഖൽസയുടെ നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചെന്നും $5 ദശലക്ഷം ബബർ ഖൽസയിൽ നിന്നും ആം ആദ്മി പാർട്ടി സാമ്പത്തിക സഹായം കൈപ്പറ്റിയെന്നും ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന FCRA ആക്ടിന് വിരുദ്ധമായി ആം ആദ്മി പാർട്ടി 7.08 കോടി രൂപ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന നിരോധിത ഖാലിസ്ഥാൻ സംഘടനയിൽ നിന്നും കൈപ്പറ്റിയതായി കണ്ടെത്തിയ സംഭവത്തിൽ കുരുക്കുകൾ മുറുകുന്നതിനിടയിലാണ് ബബർ ഖൽസ ഇന്റർനാഷണലുമായുള്ള AAP ബന്ധം പുറത്താകുന്നത്. സിഖ് ഫോർ ജസ്റ്റിസിൽ നിന്നും ധനസഹായം ലഭിച്ചെന്ന പരാതിയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സീന NIA അന്വേഷണത്തിന് നൽകിയ ശുപാർശ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിൽ ഇരിക്കവേ AAPയുടെ ഖാലിസ്ഥാൻ ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തി. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഗൗതം, കേൾക്കാമോ? ബബർ ഖൽസ ഇന്റർനാഷണൽ എന്ന ഖലിസ്ഥാൻ അനുകൂല സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന പഞ്ചാബിൻ്റെ ആം ആദ്മി പാർട്ടി നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, നിരവധി തവണ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നുയർന്നിരുന്നു. ഇപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, കോടിക്കണക്കിന് ഡോളർ പിരിച്ചെടുത്തു എന്ന ഒരു ആരോപണം ഗുർപത്വന്ത് സിംഗ് പന്നുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഗൗതം ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഗൗതം, എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളുടെ വിശദാംശങ്ങൾ? എന്താണ് ഇതിൽ നിന്നും പുറത്തു വരുന്ന മറ്റു വിവരങ്ങൾ? ബബർ ഖൽസയുടെ നേതാക്കളൊക്കെയായി കൂടിക്കാഴ്ച നടത്തുന്നതും അവരോടൊപ്പം മീറ്റിങ്ങുകൾ നടത്തുന്നതുമായ പഞ്ചാബ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്? ഐസൺ, വളരെ ഞെട്ടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയെ കൂടുതൽ പ്രതികൂട്ടിലാക്കുന്നതുമായ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. ബാബർ ഖൽസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഹർജീത് സിംഗ് ബജ്വ, ഇദ്ദേഹം കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൊടും ഭീകരനാണ്. അതോടൊപ്പം തന്നെ ഈ ബാബർ ഖൽസയുമായി ബന്ധപ്പെട്ട മറ്റ് പല ഭീകരരുമായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ വേദി പങ്കെടുത്ത അതല്ലെങ്കിൽ ഇരിപ്പിടം പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഇമേജുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇത്തരം ഭീകര സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുണ്ടെന്ന ആരോപണം BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങളിൽ ആവർത്തിച്ചത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഡൽഹി കലാപത്തിൻ്റെയൊക്കെ നാളുകളിൽ 2021 ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നടന്നിട്ടുള്ള കലാപം, ആ കലാപത്തിൽ ഹൈന്ദവ ഭവനങ്ങൾ ആക്രമിക്കുകയും ഹിന്ദുക്കൾക്ക് നേരെ ഈ കലാപകാരികളിൽ മുന്നിൽ നിന്നുകൊണ്ട് പെട്രോൾ ബോംബ് ഉൾപ്പെടെ എറിഞ്ഞത് നമുക്കറിയാം. അന്നത്തെ ഒരു ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലറുടെ നേതൃത്വത്തിലായിരുന്നു. ഈ കൗൺസിലറുടെ വീടിന് മുകളിൽ പെട്രോൾ ബോംബുകൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ അത്തരം കലാപങ്ങളിൽ പോലും ആം ആദ്മി പാർട്ടി നേതാക്കൾ നേരിട്ട് പങ്കെടുക്കുകയും PFI പോലുള്ള ഭീകര ശക്തികൾ അന്ന് നടത്തിയ കലാപത്തിൻ്റെ മുൻപന്തിയിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാരുൾപ്പെടെ അണിനിരക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഭീകര ശക്തികളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം BJP ഒരു ഭാഗത്ത് വളരെ ശക്തമായി ഉയർത്തുന്നുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ചില നേതാക്കളും ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഭീകര ബന്ധമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ആരോപണം ഉയർത്തിയതാണ്. ഇപ്പോൾ ഇതിനെ കൂടുതൽ ശരിവെക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്, അതായത് ഭാരത വിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന, പ്രത്യേകിച്ച് കാനഡ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിലെ പഞ്ചാബിനെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെയും വിഭജിച്ചു മാറ്റി ഖാലിസ്ഥാൻ എന്ന ഒരു പരമാധികാര സിഖ് രാഷ്ട്രം കെട്ടിപ്പടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന
ഭീകര സംഘടനയാണ് ബാബർ ഖൽസ ഇന്റർനാഷണൽ എന്നൊക്കെ പറയുന്നത്. ഇത്തരം സംഘടനകളുടെ നേതാക്കളുമായാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെയും പഞ്ചാബിലെയും പല പ്രമുഖ നേതാക്കൾ വേദി പങ്കിടുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഇത്തരം സംഘടനകളിൽ നിന്നും AAP ഫണ്ട് ശേഖരിച്ചതിൻ്റെതായ തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്കും നേരത്തെ ലഭിച്ചിരുന്നു. ഐസർ. ശരി ഗൗതം, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആം ആദ്മി പാർട്ടിക്കെതിരെ നിരന്തരമുയരുന്ന ആരോപണങ്ങളിൽ മൗനം പാലിക്കുകയാണ് കോൺഗ്രസ്. പരസ്പരം പോരടിച്ച പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒന്നിച്ചതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അവസാനമായി. അതേസമയം ആം ആദ്മിയുമായുള്ള കൂട്ടുകെട്ടിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം തുടരുകയുമാണ്. അധികാരത്തിൽ വന്നാൽ അഴിമതിക്കാരായ മുഴുവൻ കോൺഗ്രസുകാരെയും അഴിക്കുള്ളിലാക്കുമെന്നായിരുന്നു 2014 പൊതുതെരഞ്ഞെടുപ്പിൽ പോലും ആം ആദ്മി പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യം. രാജ്യത്ത് നടന്ന മുഴുവൻ അഴിമതിക്കും ചുക്കാൻ പിടിച്ച സോണിയയും പ്രിയങ്കയും രാഹുലും ചേർന്ന് ജനങ്ങളെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് ഇന്ന് കോൺഗ്രസിനെ സ്തുതിക്കുകയാണ് ആം ആദ്മി പാർട്ടി. കോൺഗ്രസിന്റെ നിലവിലെ സാഹചര്യവും മറിച്ചല്ല. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് ആം ആദ്മി കോൺഗ്രസ് സഖ്യം. നരേന്ദ്രമോദിയെയും NDA സഖ്യത്തെയും അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ അരവിന്ദ് കെജ്രിവാളിന്റെ ദേശവിരുദ്ധ നിലപാടുകളെ പോലും കോൺഗ്രസ് പിന്താങ്ങുന്നു. ഡൽഹി മദ്യനയ അഴിമതിയിലെ ചുരുളുകൾ ഓരോന്നായി അഴിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് ഇന്ന് കെജ്രിവാളിന്റെ ഇരവാദത്തിനൊപ്പമാണ്. AAPയുമായുള്ള കൂട്ടുകെട്ടിന്റെ പേരിൽ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആകെ തകർന്നടിഞ്ഞെങ്കിലും AICC നേതൃത്വം കെജ്രിവാളിനെ കൈവിട്ടില്ല. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ ഖാലിസ്ഥാൻ ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ സോണിയ ഉൾപ്പെടെയുള്ളവരെ പ്രതിഷേധമറിയിച്ചു. ഇന്ദിരയുടെ ഘാതകരുമായുള്ള ആം ആദ്മി പാർട്ടിയുടെ ചങ്ങാത്തം ചില മുതിർന്ന നേതാക്കൾക്ക് അംഗീകരിക്കാവുന്നതിലും അപ്പുറമാണ്. ജനം, ഡൽഹി. രാജ്യതലസ്ഥാനത്തെ 7 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. BJPയുടെ കൈവശമുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മത്സരിക്കുകയാണ്. വികസനത്തിനൊപ്പം ആം ആദ്മി പാർട്ടിയുടെ അഴിമതികൾ കൂടി ചർച്ചയാക്കി BJP കളം നിറയുകയുമാണ്. ഡൽഹിയിലാകെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ. ന്യൂഡൽഹി, വെസ്റ്റ് ഡൽഹി, സൗത്ത് ഡൽഹി, നോർത്ത് ഡൽഹി, നോർത്ത് ഈസ്റ്റ് ഡൽഹി, നോർത്ത് വെസ്റ്റ് ഡൽഹി, ചാന്ദിനി ചൌക്ക് എന്നീ 7 മണ്ഡലങ്ങളും BJPയുടെ കൈവശമുള്ളവയാണ്. നിയമസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനങ്ങൾ BJPയെ കൈവിട്ട ചരിത്രം സമീപകാലത്തില്ല. നിലവിൽ ഡൽഹിയിലെ രാഷ്ട്രീയ കാലാവസ്ഥ കലുഷിതമാണ്. മദ്യനയ അഴിമതിയിൽ ജയിലിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെ രംഗം കൊഴുത്തു. ഇരവാദമാണ് AAP കോൺഗ്രസ് സഖ്യത്തിന്റെ പ്രധാന പ്രചരണ വിഷയം. മുതിർന്ന നേതാക്കളെയൊക്കെ ജയിലിലാക്കിയ BJP പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആം ആദ്മിയുടെ ആരോപണം. മാത്രമല്ല ഡൽഹിയിലെ BJP എംപിമാർ ഫണ്ട് ആവശ്യാനുസരണം വിനിയോഗിച്ചില്ല എന്ന ആക്ഷേപവും ആം ആദ്മി പാർട്ടി ഉയർത്തുന്നു. സംഘടനാ സംവിധാനം താറുമാറായ ഡൽഹിയിലെ കോൺഗ്രസിന് പ്രചരണത്തിൽ എങ്ങുമെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതേസമയം 100 കോടി രൂപയുടെ മദ്യനയ അഴിമതി നിരോധിത ഖാലിസ്ഥാൻ സംഘടനകളിൽ നിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റിയ സംഭവം ഒടുവിലായി സ്വാതി മലിവാൾ വിഷയമടക്കം ആളിക്കത്തിച്ച് BJP കളം നിറയുകയാണ്. ജനം, ഡൽഹി. അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരായ ജനവിധിയാകും ജൂൺ 4 ഉണ്ടാവുകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ മുന്നണിയുടെ പാപഭാരവും പേറി രാജ്യത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. സ്വന്തം പേരിൽ കൊട്ടാരങ്ങൾ പണിയാനും സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനുമല്ലാതെ ഇന്ത്യയിലെ പാർട്ടികൾക്ക് രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യാനായില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അനീതിക്കെതിരെ ആക്രമണം നടക്കുന്ന ദിനമായിരിക്കും ജൂൺ 4 എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനും രാജ്യത്തെ ഛിദ്രിക്കുന്ന ശക്തികൾക്കുമെതിരായ ആക്രമണമായിരിക്കും അന്ന് നടക്കുക എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. कांग्रेस और आरजेडी जैसे उसके साथियों ने आपको सिर्फ और सिर्फ तरसा कर रखा. गरीब और गरीब होता रहा. इन 60 सालों में इन लोगों ने बड़े बड़े महल बना लिए. स्विस बैंक में अकाउंट खुल गए. आपके पास पेट भरने को अन्न नहीं था. 5ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
जो 5वां चरण हुआ, इंडी गठबंधन पूरी तरह परास्त हो चुका है। खुद को जनता का माई बाप समझने वाले इन्हें जनता ऐसी करारी हार देगी, ऐसी करारी हार देगी कि दुनिया देखती रह जाएगी। വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവർക്ക് വീട്ടിലിരിക്കാനുള്ള അവസരമൊരുക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് അവസാനിക്കുക എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ജനം. രാജ്യത്ത് 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് 25-ന് നടക്കാനിരിക്കെ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലും ബീഹാറിലും പ്രചരണ റാലികളിൽ പങ്കെടുത്തു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പരിപാടികളുടെ ഭാഗമായി. 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 മണ്ഡലങ്ങളിലാണ് 6ാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ, ഹരിയാനയിലെ 10 മണ്ഡലങ്ങൾ, കൂടാതെ ബീഹാർ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങൾ വീതവും, ഡൽഹിയിൽ 7ഉം ഒഡീഷയിൽ 6ഉം ജാർഖണ്ഡിൽ 4ഉം, ജമ്മു കാശ്മീരിലെ അനന്തനാഗ് രജൌരി മണ്ഡലം ഉൾപ്പെടെ 58 മണ്ഡലങ്ങളിലാണ് ശനിയാഴ്ച ജനങ്ങൾ വിധിയെഴുതുന്നത്. തെരഞ്ഞെടുപ്പിന് 3 ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഗോദയിൽ പോര് കടുക്കുകയാണ്. ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിൽ 6 ഇടങ്ങളിലും പുതിയ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുന്ന BJPക്ക് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചേർന്ന സഖ്യം വെല്ലുവിളിയല്ല. മദ്യനയ അഴിമതിയിൽ തുടങ്ങി ഒടുവിലായി മുതിർന്ന വനിതാ നേതാവും രാജ്യസഭാ അംഗവുമായ സ്വാതി മലിവാളിന് നേരെ അരവിന്ദ് കെജ്രിവാളിന്റെ PA നടത്തിയ അതിക്രമമടക്കം ചർച്ചയാക്കിയാണ് BJP പ്രചരണം കൊഴുപ്പിക്കുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും BJP വേട്ടയാടുന്നു എന്ന സഹതാപ തരംഗം ഉയർത്താനാണ് കോൺഗ്രസുമായി ചേർന്ന് ആം ആദ്മിയും ശ്രമിക്കുന്നത്. ഹരിയാനയിൽ NDA സഖ്യത്തിലുണ്ടായ വിള്ളൽ മുതലെടുത്ത രാഷ്ട്രീയ നേട്ടത്തിന് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും വികസന പ്രവർത്തനങ്ങൾ തന്നെ ആയുധമാക്കി BJP പ്രതിരോധം തീർക്കുകയാണ്. ജനം, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിൽ പോര് മുറുകുകയാണ്. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരിയും തമ്മിൽ നടക്കുന്ന പോരിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. ഖാർഗെയെ ബംഗാളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നാണ് പാർട്ടിയുടെ ബംഗാൾ ഘടകം വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. AICC ഇക്കാര്യത്തിൽ വിശദീകരണവും തേടിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസുമായുള്ള സഹകരണം സംബന്ധിച്ചാണ് ഇരു നേതാക്കളും കൊമ്പുകോർത്തത്. തൃണമൂലുമായി തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഒരു ബന്ധവുമില്ല എന്നാണ് കോൺഗ്രസ് ബംഗാൾ ഘടകം അധ്യക്ഷനും ലോക്സഭാ കക്ഷി നേതാവുമായ അധീർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സഖ്യമാകാമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിലപാട് സ്വീകരിച്ചു. ഖാർഗെയും കൂട്ടരും ബംഗാളിലെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് അധീർ രഞ്ജൻ ചൗധരി തിരിച്ചടിച്ചു. മാത്രമല്ല, ബംഗാളിലെ കോൺഗ്രസ് ഓഫീസുകളിൽ സ്ഥാപിച്ചിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചിത്രങ്ങൾ പ്രവർത്തകർ വലിച്ചു കീറി. ഇതോടെ വിഷയത്തിൽ ദേശീയ നേതൃത്വം ഇടപെടുകയും ബംഗാൾ ഘടകത്തോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയാൽ മല്ലികാർജ്ജുൻ ഖാർഗെയെ കാലുകുത്താൻ അനുവദിക്കില്ലെന്നാണ് ബംഗാളിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശീയ അധ്യക്ഷനും ലോക്സഭയിലെ കക്ഷി നേതാവും തമ്മിൽ നടക്കുന്ന പോര് കോൺഗ്രസ് പ്രവർത്തകരെ ആകെ നാണം കെടുത്തുകയാണ്. ജനം, ഡൽഹി. ഇന്നത്തെ മഹാഭാരതം ഇവിടെ സമാപിക്കുകയാണ്. ഇനി വീണ്ടും നാളെ കാണാം. നമസ്തേ.